1727 ഐസക് ന്യൂട്ടന്റെ മരണം. AD 1727 ഐസക് ന്യൂട്ടൻ മരിക്കുന്നത്. ഐസക് ന്യൂട്ടൻ എഴുതി വെച്ചിട്ടുണ്ട് 2068 ലോകാവസാനം സംഭവിച്ചിരിക്കുന്നു. എന്താ കേൾക്കേണ്ടത്? സയന്റിസ്റ്റ്, ലോകം കണ്ട സയന്റിസ്റ്റ്. നിങ്ങളെന്ത് അന്ന് നടക്കൂല എന്നും അല്ല പറയണത്. ഒരു സയന്റിസ്റ്റ് പറയുമ്പോൾ നമുക്ക് ഗവേഷണം നടത്താലോ. നിങ്ങളൊക്കെ എവിടെയാ? ഖിയാമത്ത് നാളിനെ പറഞ്ഞു കൊടുക്കാൻ വേണ്ടിയല്ലേ അമ്പിയാക്കൾ വന്ന് നിങ്ങളെ NDA ജയിക്കോ UPA ജയിക്കോ എന്ന് പറയലോ. ഇവിടെ മലബാറിൽ 2 ചങ്ങായിമാർ ജയിക്കോ തോൽക്കോ എന്ന് പറയല്ലോ. തോറ്റാ കാണിച്ചരാ, ജയിച്ചാ കാണിച്ചരാ. ഇതൊക്കെ പറയാം ആരടങ്ങളൊക്കെ. അതൊക്കെയാണ് ഇവിടെ വിഷയം. AD 1727 ഐസക് ന്യൂട്ടന്റെ മരണം. എന്താണെങ്കിലും ന്യൂട്ടൻ ഭൗതിക ലോകത്തെ വിശദീകരിച്ച ശാസ്ത്രജ്ഞരിൽ ഒരാളാണല്ലോ. ന്യൂട്ടന് ശേഷം നൂറ്റാണ്ടുകൾ പറയപ്പെട്ട ഒരു പേരാണ് എന്ത്? ന്യൂട്ടോണിയൻ ഏജ്. ഇന്നും ന്യൂട്ടന്റെ കാലാണ്. ന്യൂട്ടന്റെ തിയറികളെ മറികടക്കാൻ ഐൻസ്റ്റീൻ വന്നെങ്കിലും ഭാഗികമായി വന്നിട്ടുള്ളൂ. ഐൻസ്റ്റീൻ പോലും ന്യൂട്ടനെ പൂർണ്ണമായി പൊളിച്ചിട്ടില്ല. അപ്പോൾ ഇന്നും ഭൗതിക ലോകത്ത് മനസ്സിലായില്ല. ഹബീബ റസൂലുള്ള ഉത്തുൽബുൽ ഇൽമ വലൗ ബിസ്സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനൊരു അർത്ഥം ഉണ്ടല്ലോ. എന്ത്? ഭൗതിക ശാസ്ത്രം അല്ലാതെ എൻ്റെ അടുത്ത് ഇല്ലാത്ത വിജ്ഞാനം എന്നൊരു വിജ്ഞാനം അല്ലല്ലോ. അതും റസൂലുള്ളാന്റെ അടുത്തുണ്ട്. എന്നാൽ റസൂലുള്ളാന്റെ മുഖ്യമായ പണി അതല്ല. മനസ്സിലായില്ലേ? ചൈനയിൽ നിന്നൊരു വിജ്ഞാനം മക്കത്തുനിന്ന് പഠിക്കാൻ പോകണമെങ്കിൽ അത് വേറൊരു വിജ്ഞാനമായിരിക്കുമല്ലോ. അതും പഠിക്കേണ്ടതുണ്ടല്ലോ. അതുകൊണ്ട് ചില കാര്യങ്ങൾ ലോകത്തുണ്ടായിട്ടുണ്ടല്ലോ. ഞാൻ ന്യൂട്ടൻ വലിയ ആളാന്ന് പറയല്ല, ഞാൻ അയിമ കൂടുന്ന ആളെ എന്തുമല്ലെങ്കിൽ കൂടെ ചെയ്യുക. പുളിയൊറുമ്പിന്റെ കൂട് പോലെയാണ് ചില തലയെക്കെട്ടുകാർ. എന്ത് പറഞ്ഞാലും അതിൻ്റെ ലഫ്ലിൻ്റെ അതിൻ്റെ കുനിപ്പമ്മലാണ് കൂടും, വിഷയത്തിനെ തെറ്റിക്കും. ഇക്കൊല്ലത്തേക്കാൾ വലിയ ചൂടായിരിക്കും. പറയാ 2000 ഇപ്പൊ പുതിയ റിപ്പോർട്ട് വന്നു. എത്ര വലിയ AC ആണെങ്കിലും 2030 ഫലിക്കൂലാന്ന്. ഇതല്ലേ എങ്ങായി ഇപ്പൊ പഠിക്കേണ്ടത്? എന്തിനാ പരിഹാരം? ഇത് തീർക്കങ്ങൾക്ക് കഴിയില്ല. അള്ളാഹുവിലേക്ക് തിരിച്ചോടുക. ഓരോ നാട്ടിൽ തിരഞ്ഞെടുപ്പ് നമ്മൾ അറിയാൻ തരാൻ പാടില്ല. നമ്മൾ തിരഞ്ഞെടുപ്പ് അറിഞ്ഞത് എന്തുകൊണ്ടാണ്? തിരഞ്ഞെടുപ്പ് അറിഞ്ഞത് എന്തുകൊണ്ടാണ്? നമുക്ക് അകത്തെ തിരഞ്ഞെടുപ്പില്ല, പുറത്തെ തിരഞ്ഞെടുപ്പേ ഉള്ളൂ. ന്യൂട്ടൻ എഴുതി വെച്ച് ഏതാ വർഷം പറയടാ എങ്ങായി? 2068 ലോകം അവസാനിക്കുമെന്ന് ഐസക് ന്യൂട്ടൻ എഴുതി വെച്ചിട്ടുണ്ട്. ചോദിക്കടാ ധൈര്യമുള്ളവർ, എവിടെ റിപ്പോർട്ട്? ഞാൻ നിനക്കും നിന്റെ വല്യാപ്പാക്കും കാണിച്ച റിപ്പോർട്ട്. പഠിച്ചിരിക്കുക. 2068 എന്നൊരു വർഷമുണ്ടെങ്കിൽ പ്രപഞ്ചം അന്ന് തകർന്നിരിക്കും, ഈ യൂണിവേഴ്സ് ഉണ്ടാവൂല എന്ന വീക്ഷണക്കാരനാണ് സർ ഐസക് ന്യൂട്ടൻ. അയാൾ മരിച്ചിട്ട് എത്ര കൊല്ലായി? AD 1727 AD 1727 ആര് മരിക്കുന്നത്? സർ ഐസക് ന്യൂട്ടൻ. അന്ന് പ്രവചിച്ചു വെച്ചിട്ടുണ്ട് 2068 ലോകാവസാനം ഉണ്ടാവും. എന്താണെങ്കിലും അടയാളം കണ്ടല്ലോ. സയന്റിസ്റ്റിന് പറയാൻ അധികാരം ഉണ്ടല്ലോ, ഗവേഷണം എടുത്തല്ലേ. അങ്ങനെ കൃത്യമാക്കണമെങ്കിൽ കാരണം ഉണ്ടാവുമല്ലോ. 2070 പറഞ്ഞാൽ ഒരു ചുരുക്കുള്ള സംഖ്യയാണല്ലോ. 2060 പറഞ്ഞാലും ചുരുക്കുള്ള സംഖ്യ. 2100 അറിയാണെങ്കിലും ചുരുക്കുള്ള സംഖ്യ. 2068 യൂണിവേഴ്സ് അവസാനിക്കുമെന്ന് സർ ഐസക് ന്യൂട്ടൻ എഴുതി വെച്ചിട്ടുണ്ട്. കത്ത് എൻ്റെ കയ്യിലുണ്ട്. കത്ത് ഐസക് ന്യൂട്ടൻ്റെ കത്ത് എൻ്റെ കയ്യിലുണ്ട്. ആവശ്യക്കാർക്ക് വരാം, പറഞ്ഞു കൊടുക്കാം. ഞാനിതിൽ ഗൗരവമായിട്ടല്ലാതെ ഈ പുസ്തകങ്ങൾ എഴുതിയിട്ടില്ല. ലോകാവസാനത്തെക്കുറിച്ചുള്ള പുസ്തക പരമ്പരകൾ പുറത്തു വരാണ്. ആദ്യത്തെ പുസ്തകമാണ് യൂഫ്രട്ടീസിലെ സ്വർണ്ണമലകൾ. അടുത്ത വ്യാഴാഴ്ച 9-ാം തീയതി 3:30 മണിക്ക് കോഴിക്കോട് ഹാളിൽ അത് ലോഞ്ച് ചെയ്യും. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല തൗഫീഖ് ചെയ്യട്ടെ. ലോകാവസാനത്തെക്കുറിച്ചുള്ള പഠന പരമ്പരയാണ്. ആദ്യത്തെ പുസ്തകം യൂഫ്രട്ടീസിലെ സ്വർണ്ണമലകൾ. മുസ്തഫ നബി പറഞ്ഞ ഒരു ഹദീസിനെ ഗവേഷണം നടത്തിയതാണ്. ഇൻഷാ അല്ലാഹ്. അതും നിങ്ങളെ കണ്ണ് തുറപ്പിച്ചില്ലെങ്കിൽ ഞാൻ ഉത്തരവാദിയല്ല. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അത് കണ്ണ് തുറപ്പിക്കും ഇൻഷാ അല്ലാഹ്. ലോകാവസാനത്തെക്കുറിച്ച് കണ്ണ് തുറപ്പിക്കും ആ പുസ്തകം ഇൻഷാ അല്ലാഹ്. ഞാൻ ആ പുസ്തകം എഴുതി കഴിഞ്ഞതിന് ശേഷം ഒരു +2 വിദ്യാർത്ഥി, +2 പരീക്ഷ എഴുതി കഴിഞ്ഞിരിക്കുന്ന വിദ്യാർത്ഥിക്ക് വായിക്കാൻ കൊടുത്തു. 3/4 ഭാഗമായപ്പോൾ ആ കുട്ടി വിഷണ്ണനായി അങ്ങനെ താടിയിൽ കയ്യും കൊടുത്ത് കുറേ നേരം ഇരുന്നു.
വായിച്ച് മുന്നോട്ട് പോകാൻ കഴിയാതെ. ഇൻഷാ അല്ലാഹ് ഒന്നും ഞാൻ വെറുതെ ചെയ്തതല്ല. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് തരട്ടെ. നമ്മുടെ വിഷയം ഇതാണ്, ലോകം അവസാനിക്കാൻ പോകുന്നു. ഒന്നും ചെയ്യാൻ കഴിയില്ല, ഓർക്കും ചെയ്യാൻ കഴിയില്ല. മഹ്ദി ഇമാമ് വന്നാൽ പോലും യൂണിവേഴ്സിനെ മാറ്റൂല. മാറ്റുമെങ്കിൽ പിന്നെ 1000 കൊല്ലം കിട്ടണ്ടേ. മഹ്ദി ഇമാമ് ഈസാ നബി വന്നാലോ ഒന്ന് പോയാൽ പിറ്റേ ദിവസം ഖിയാമത്ത് നാളുണ്ടാവും. അവർ ജീവിക്കുന്ന കാലത്ത് ഒരു മനുഷ്യന്മാർക്ക് രക്ഷപ്പെടാൻ വഴി അവരുണ്ടാക്കി കൊടുക്കും. യൂണിവേഴ്സിനെ മാറ്റൂല. മനസ്സിലായില്ല? മഹ്ദി ഇമാമ് ഈസാ നബി വന്നതുകൊണ്ട് ലോകം യൂണിവേഴ്സ് മാറുകയാണെങ്കിൽ പിന്നെ 1000 കൊല്ലങ്ങൾ കിട്ടണ്ടേ. അവർ ഖിയാമത്ത് നാളിന്റെ അവസാന അടയാളാണ്. യൂണിവേഴ്സ് തകരും, ഉറപ്പ്. അതല്ലേ ഇതൊക്കെ വർത്താനാണ്. എന്താ വിഷയം? ഭരണാധികാരി രാഷ്ട്രീയക്കാർ തോറ്റാലെന്ത്, ജയിച്ചാലെന്ത്? ഇവരൊക്കെ ജയിച്ചിട്ട് ഇവിടെ എന്ത് ചെയ്തു? ഞാൻ ആരെയും കുറ്റം പറയല്ല. ഞാൻ 500 ചില്ലാനം മെമ്പർമാരെയാണ് പറഞ്ഞത്, അല്ലാതെ നിങ്ങൾ ഏതെങ്കിലും ഒരാളെ പറ്റിയെന്ന് പറഞ്ഞ് ഞാൻ പ്രശ്നം ഉണ്ടാക്കണ്ട. 500 ചില്ലാനം MP-മാർക്ക് എത്രയോ കാലം അധികാരം കൊടുത്തിട്ട് അവരുടെ എന്താ കാട്ടിയ? സ്വർഗരാജ്യമാക്കിയ ഇന്ത്യ. കോരന കഞ്ഞി കുമ്പിളിൽ തന്നെ, അതന്നെ. ഇത്രയുള്ളൂ. വിഷയത്തിലേക്ക് തിരിച്ചു വരും. അപ്പൊ എന്താ ചിന്തി ഇതൊക്കെ ബഹുമാനിക്കലിന്റെ ഭാഗമാണ്. രാഷ്ട്രീയക്കാർക്ക് വേണ്ടി തൈര് പറയുന്നത് അത് രാഷ്ട്രീയക്കാർ ബഹുമാനിക്കലിന്റെ ഭാഗമാണ്. വലിയ വിഷയങ്ങൾ അതൊക്കെ അവരുടെ വിഷയമല്ലേ, ഇത് നമ്മളെ വിഷയമാണോ? നമ്മുടെ വിഷയം ദീനല്ലേ. മനസ്സിലായില്ലേ? ഖൈറുൽ ഉമറാ മൻ യസൂറുൽ ഉലമാ. ഏറ്റവും നല്ല ഭരണാധികാരികൾ, ഏറ്റവും നല്ല രാഷ്ട്രീയ നേതാക്കന്മാർ ആരാണ്? മൻ യസൂറുൽ ഉലമാ, അല്ലാഹുവിനെ ഭയപ്പെടുന്ന ആലിമീങ്ങളെ സന്ദർശിക്കുന്നവരാണ്. അല്ലാതെ മലപ്പുറത്തും കോഴിക്കോടുള്ള തലയെക്കെട്ടേരെ പോയി കാണുന്നവരാണ് എന്നതിനർത്ഥം വെക്കണ്ട. അല്ലാഹുവിനെ ഭയപ്പെടുന്നവർ ഉണ്ടെങ്കിൽ ഉണ്ടാവുമല്ലോ, ഉണ്ടാവും. എങ്കിലും പള്ളിന്റെ മൂലയിലൊക്കെ ദിക്റിഞ്ഞെല്ലിയിരിക്കുന്ന സാലിഹ്യങ്ങൾ ഉണ്ടാവും, പത്രത്തിലൊന്നും പ്രത്യക്ഷപ്പെടാതെ. അല്ലാഹു നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കട്ടെ. വശറുൽ ഉലമാ മൻ യസൂറുൽ ഉമറാ. വശറുൽ ഉലമായി, ആലിമീങ്ങളിൽ ഏറ്റവും ബടക്കാച്ചികൾ. വശറുൽ ഉലമാ, ആലിമീങ്ങളിൽ അരക്കാശിന് പറ്റാത്തവര് കണ്ടാ പോലും പോയിട്ട് 3 വട്ടം കുളിക്കണ്ട ആ ജാതി മൂല്യന്മാര്. മൻ യസൂറുൽ ഉമറാ, രാഷ്ട്രീയ നേതാക്കന്മാരെ വീട്ടുപടിക്കലേക്ക് അങ്ങോട്ട് നടക്കുന്ന ആളുകളാണ്. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു നന്നാക്കി തരട്ടെ. വളരെ പ്രശ്നം ഇതൊന്നുമല്ല. പ്രശ്നം എന്താണ്? ലോകാവസാനത്തിലേക്ക് മനുഷ്യൻ അടുത്തു. ഞങ്ങളോട് 100 വട്ടം പറഞ്ഞിട്ടുണ്ട് 2100 എന്നൊരു വർഷം ഭൂമിയിൽ ഉണ്ടാവുമോ എന്ന് എനിക്ക് സംശയമാണ്. പലവട്ടം പറഞ്ഞിട്ടുണ്ടോ അല്ലേ? എത്ര ആയിരക്കണക്കിന് പ്രസംഗങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. 2100 ഒരു കലണ്ടർ ഭൂമിയിൽ ഇറങ്ങുമോ എന്ന് എനിക്ക് സംശയമാണ്. സാധ്യത കുറവാണ്. സാധ്യത വളരെ കുറവാണ്. ലോകം അവസാനിക്കാനാണ്. അതല്ലേ പ്രശ്നം. 1,24,000 അമ്പിയാക്കന്മാർ എന്തിനെ പേടിപ്പിക്കാൻ വന്നതാ? പറ കുട്ടി, എന്ത് പേടിപ്പിക്കാനാണ് വന്ന്? ഖിയാമത്തിനാൾ 114 ഖുർആൻ സൂറത്തിൽ 114 ഏറ്റവും കൂടുതൽ പേരുള്ള വിഷയം ഏതാ? ഖിയാമത്തിനാൾ. അൽ ഗാശിയ എന്താർത്ഥം? ഖിയാമത്തിനാൾ. അൽ വാഖിഅ എന്താർത്ഥം? ഖിയാമത്തിനാൾ. അന്നബ് എന്താർത്ഥം? ഖിയാമത്തിനാൾ. അൽ ദാരിയാത്തി എന്താ ഉദ്ദേശം? ഖിയാമത്തിനാൾ. അൽ മുർസലാത്തി എന്താ ഉദ്ദേശം? പറമോനെ, ഖിയാമത്തിനാൾ. പിന്നെ പച്ച മലയാളം പോലെ അൽ ഖിയാമ, ഇതൊക്കെ ഖിയാമത്തിനാൾ. പിന്നെ അൽ ഖിയാമ മനസ്സിലായില്ല? അൽ ഗാശിയ എന്താർത്ഥം? എല്ലാത്തിനെയും മൂടുന്നത്. എന്താ? ഖിയാമത്തിനാൾ. എല്ലാം ഖിയാമത്ത്. അൽ ഇൻശിഖാഖ് എന്താർത്ഥം? പറയുടെ ചങ്ങാതി ഖിയാമത്തിനാൾ. അൽ ഇൻഫിത്താർ എന്താർത്ഥം? ഖിയാമത്തിനാൾ. അൻ നാസിയാത്തി എന്താർത്ഥം? ഖിയാമത്തിനാൾ. അവിടെ ഉദ്ദേശം നബ് വാർത്ത. എന്താ വാർത്ത? UPS സർക്കാർ അധികാരത്തിൽ വന്നു. എന്താണ് വാർത്ത? ഖിയാമത്തിനാൾ. മറ്റു അൽ വാഖിഅ സംഭവം എന്താകുമ്പോ ജൂൺ 7-ാം തീയതി നമുക്ക് ചാടി കളിക്കാം, കാരണം നമ്മളെ പാർട്ടി അധികാരത്തിൽ വന്നു. അതാണോ വാർത്ത? സില്ലി കാര്യം. എന്ത് അന്ന് സംഭവമല്ല. അധികാരത്തിൽ കയറ്റിയ കുറെ ആളുകൾക്ക് വേണ്ടി പിന്നെ നമ്മൾ കരഞ്ഞിട്ടില്ലേ? ഒരു പോയില്ലേ? ആരാണ് ഇവിടെ ബാക്കിയുള്ളത്? അന്നബ് ഖിയാമത്തിനാൾ. അൽ വാഖിഅ
പറയാം. അൽ മുർസലാത്ത് ഖിയാമത്ത് നാൾ, അൽ ദാരിയാത്ത് ഖിയാമത്ത് നാൾ, എല്ലാം അൽ ഇൻഫിത്താർ അൽ ഇൻഷിഖാഖ്. എന്നിട്ട് അതിന്റെ നടുവിൽ വേറൊരു സൂറത്ത്, എന്താ പേര്? അൽ ഖിയാമ. 114 സൂറത്തുകളിൽ ഏറിയ സൂറത്തിൻ്റെയും ആശയം എന്താണ്? വ്യത്യസ്തമായ പേരുകളിൽ ഇങ്ങനെ കൊണ്ടുവന്നു. കുഞ്ഞാപ്പ, മാനു, നിമാന്, കൊന്തുണ്ണി, ഫൈസൽ ഇടയിലാണ് പറഞ്ഞിട്ട്. കൊന്തുണ്ണിന്ന് മൂപ്പർ തന്നെ പറയാ, കുഞ്ഞാപ്പാന്ന് മൂപ്പർ തന്നെ പറയാ, കുഞ്ഞിമാനു എന്ന് മൂപ്പർ തന്നെ പറയാ, ഇണ്ണിമാന് എന്ന് മൂപ്പർ തന്നെ പറയാ, അമ്മായി എന്ന് മൂപ്പർക്ക് പേരുണ്ട് അങ്ങാടിയിൽ ഒക്കെ. പിന്നെ ഫൈസൽ എന്നും പറഞ്ഞു. ഇവിടെ ഒരു ഫൈസലിൻ്റെ അവനെ പറ്റിയല്ല കേട്ടാ, മനസ്സിലായില്ലേ? എന്നതുപോലെ ഖുർആനിലെ കൂടുതൽ സൂറത്തിൻ്റെയും ആശയം ഖിയാമത്ത് അടിയിൽ നിന്ന് പൊട്ടിച്ചു. എന്തിനെ? അൽ ഖിയാമ, ലാ ഉഖ്സിമു ബിയൗമിൽ ഖിയാമ, അസ്സൽസല ഖിയാമത്ത് നാൾ, അൽ വാഖിഅ, അൽ ഖാരിഅ, അൽ ഹാഖ. 1, 2, 10, 20 ഒന്നുമല്ല. അൽ ഹാഖ എന്താ? അടി. എന്തടി? തമ്മിലടിയോ? പ്രതിപക്ഷം ഭരണപക്ഷം അടിയോ? പറയടോ, പറയങ്ങായി. സതീശനും പിണറായി വിജയനും തമ്മിലടിയോ? അടി. എന്തിനടി? ഗ്രഹങ്ങളുടെ കൂട്ടിമുട്ടല്ല അടി, അതാണ് അടി. ഇവലടി നമ്മൾ പുറത്തേക്കും അടിക്കുക, ഉള്ളിൽ തന്നെ എന്താവും? ഒരു ഞങ്ങന്മാരോ. അപ്പോൾ അതിന് ഒരു വിഷയമല്ല, മനസ്സിലായില്ലേ? ചോറ് വെച്ചിട്ടില്ലായിരുന്നു പരിയിൽ, കഞ്ഞി വെച്ചിട്ടില്ല. ആ സമയത്താണ് കുഞ്ഞായി മുസ്ലിയാർ ചെലവിന് വന്നത്. അതിൽ ഭർത്താവിന് ദേഷ്യം വന്നു, ഭാര്യ പോയിട്ട് അടിച്ച്. മുസ്ലിയാരിട്ടി പരിയിൽ വന്നിട്ട് ഈ നേരം വരെ കഞ്ഞി വെച്ചിട്ടില്ലേ ടേ എന്നാണ് അടിച്ച്. അതിൽ ചേറിക്കൊണ്ടിരിക്കുന്ന മുറം ഭാര്യ പെണ്ണുങ്ങളാണ്ട് താഴത്തേക്കിട്ട് കരിഞ്ഞ്. അപ്പൊ കുഞ്ഞായി മുസ്ലിയാർ പറഞ്ഞ്, നിങ്ങൾ ഇന്ത്യ കഞ്ഞിന്റെ കാര്യത്തിൽ ബേജാറാകണ്ട, ഞാൻ ക്ഷമിച്ചോളാം, ഞാൻ പോയിക്കോളാം, അതിൽ തല്ലുണ്ടാക്കില്ലെന്ന് പറഞ്ഞ് കുഞ്ഞായി മുസ്ലിയാർ ഇറങ്ങിപ്പോയി. കുഞ്ഞായി മുസ്ലിയാർ പോയി കഴിഞ്ഞെന്ന് ബോധ്യപ്പെട്ടപ്പോൾ ഭർത്താവ് പറഞ്ഞു, എൻ്റെ ചുമരിന്റെ അടി അങ്ങനെ ഉണ്ടായിരുന്നു. ചുമര് മട്ടേ എന്നാണ് അടിച്ച്. അപ്പൊ പറഞ്ഞു, 1 മണി അരി പോകാതെ ഞാൻ മുറട്ടത് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു. അപ്പൊ കുഞ്ഞായി മോലിയർ പറഞ്ഞേ, ആരും കാണാതെ കുഞ്ഞായ്മ പോകാതെ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. കുഞ്ഞായി മോലിയർ അപ്പുറത്തേക്കുണ്ട് എന്ന് പറഞ്ഞ മാതിരിയാ. മനസ്സിലായില്ലേ? ഇതൊന്നല്ല വിഷയം ഖിയാമത്ത് നാളാണ്. അല്ലാഹു നമ്മളെ നന്നാക്കി തരട്ടെ. തന്നെ അപ്പൊ അതിലേക്കുള്ള വിഷയങ്ങളാണ് അവസാനം പറഞ്ഞ ഹദീസ്. 2 ഹദീസ് എന്ന് പറഞ്ഞു. ഒന്ന്, മൻ തവാല അലി ഗനിയ്യിൻ, ഒരു മുതലാളിയോട് ഒരാൾ വിനയം കാണിച്ചാൽ റഹബ സുലുസാ ദീനിഹി, അവന്റെ ദീനിന്റെ 3/2 ഭാഗവും നഷ്ടപ്പെട്ടു. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മനസ്സിലായില്ലേ പറഞ്ഞത്? കഴിഞ്ഞ് ഒരുപാട് വ്യാഖ്യാനം ഹദീസിനെ ഞാൻ പിന്നെ പറയാം, പിന്നെ ചോദിച്ചാൽ മതി പറയാം. 2ാമത്തെ ഹദീസ്, അബൂദർദാ തങ്ങളോട് ഹബീബ നബി പറഞ്ഞു, ജദ്ദിദി സഫീന, കപ്പൽ എപ്പോഴും എഴുതി വെക്കണം കേട്ടോ, ഈ ഹദീസൊക്കെ എഴുതി വെക്കണേ. ജദ്ദിദി സഫീന, കപ്പൽ എപ്പോഴും പുതുക്കി വെക്കണം. ഫഇന്നൽ ബഹ്റ അമീഖ്, സമുദ്രത്തിന് ഏറെ ആഴമുണ്ട്. എന്താണ് പറഞ്ഞർത്ഥം? മനസ്സിലായി? എന്താണ് പറഞ്ഞർത്ഥം? അതിന് സഹീർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു കൊടുത്ത വ്യാഖ്യാനം ഞാൻ വായിച്ചു അവരുടെ തഫ്സീറിൽ നിന്ന്. സൂറത്ത് റൂമിലാണ് ഈ ഹദീസും വ്യാഖ്യാനം വരുന്നത്. എപ്പോഴും നിന്റെ നിയ്യത്ത് ആരിലേക്ക് കയറ്റി വെക്കണം. എന്തുകൊണ്ട്? ഫഇന്ന ഖൽബക അമീഖ്, നിന്റെ ഹൃദയം എന്ന ബഹറിന് വളരെ ആഴമുണ്ട്, പെട്ടെന്ന് മുങ്ങിപ്പോ നിയ്യത്ത്. വീണ്ടും കൊണ്ടുവരണം. അല്ലാഹു തൗഫീഖ് തരട്ടെ.